നമ്മൾ ഓർക്കേണ്ട ചില 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 കുട്ടി കുട്ടി കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഈ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ പ്രാദേശിക അവധിയാണ് എന്നുള്ളതാണ്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ കുടിവെള്ളം മുടങ്ങും കേട്ടോ. KSEB ലൈനിലെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതിനാൽ തന്നെ ഈ കുടിവെള്ള പ്രതിസന്ധി മാർച്ച് 8 മാത്രമേ പരിഹരിക്കാനാവുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ ഉള്ളവർ, ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. കുടിവെള്ളം മുടങ്ങാനുള്ള സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുക, പ്രതിസന്ധിയിൽ പെട്ടുപോകാതിരിക്കുക. കാരണം കുടിവെള്ളം ഇല്ലെങ്കിൽ ഫുള്ള് തീർന്നു. ഇനി മലപ്പുറത്തേക്ക് പോയാൽ കോട്ടയ്ക്കൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ചങ്കുവെട്ടി, പറമ്പിലങ്ങാടി, കുർബാനി പരിസര പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങും. മറ്റൊന്ന്, മറയൂർ ഉദുമൽപേട്ട സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള 16 കിലോമീറ്ററിലാണ് റോഡ് പണി നടക്കുന്നത്. അപ്പോൾ ആ വഴിയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. റോഡ് ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ ബ്ലോക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് പാതകളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി വെച്ച് പിടിക്കുന്നതായിരിക്കും നല്ലത്, 10 മണിക്കൊക്കെ ഓഫീസിൽ പഞ്ച് ചെയ്യാനുള്ളവരാണെങ്കിൽ. ഇനി നീറ്റ് PG യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതിനാൽ പുതിയതായി യോഗ്യത നേടിയവർക്ക് സംസ്ഥാന മെഡിക്കൽ PG കോഴ്സുകളിലേക്ക് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ അപേക്ഷിക്കാം. മറ്റൊന്ന്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസ് പരീക്ഷയ്ക്ക് ഇന്ന് വൈകിട്ട് 6 മണിവരെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ജില്ലയിലെ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഓണർമാർ ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലുമുള്ള മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഡിക്ലറേഷനും ഡീഡ് ഓഫ് അപ്പാർട്ട്മെന്റും 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം എന്നുള്ള കാര്യവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ മറന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇക്കാര്യങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളല്ലോ നമ്മൾ മനുഷ്യർ പെട്ടെന്ന് മറന്നു പോകുന്നത്. നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുമായിരിക്കും, പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നാൽ അതായിരിക്കും ഒരുപക്ഷെ നമുക്ക് അത്യാവശ്യമുള്ളതും. അതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ.